ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 50 മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2-ന് തേജസ്വിനി പുഴയിൽ നടക്കുന്ന ജലോത്സവം ഏതാണ്? ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2-ന് തേജസ്വിനി പുഴയിൽ നടക്കുന്ന ജലോത്സവം ഏതാണ്? പ്രസിഡൻസ് ട്രോഫി, കോട്ടപ്പുറം വള്ളംകളി, ഉത്തര മലബാർ ജലോത്സവം, താഴത്തങ്ങാടി വള്ളംകളി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഉത്തര മലബാർ ജലോത്സവമാണ്. കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രാജർഷി എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? കൊച്ചി രാജാവിൻ്റെ ചരിത്രത്തിൽ രാജർഷി എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? പരീക്ഷിത് തമ്പുരാൻ, രാമവർമ്മ 17-മൻ, കേരളവർമ്മ, രാമവർമ്മ 15-മൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള രാമവർമ്മ 15-മനാണ്. ആധുനിക തിരുവിതാംകൂർ ഭരിച്ച വനിതകളിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഭരണാധികാരി ആരാണ്? ആധുനിക തിരുവിതാംകൂർ ഭരിച്ച വനിതകളിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്ന ഭരണാധികാരി ആരാണ്? ഗൗരി ലക്ഷ്മിബായി, ഗൗരി പാർവതിഭായ്, സേതു ലക്ഷ്മിഭായ്, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഗൗരി പാർവതിഭായി ആണ്. കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായമായ വാഗൺ ട്രാജഡി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായമായ വാഗൺ ട്രാജഡി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, മലബാർ ലഹള, പാലിയം സമരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള മലബാർ ലഹളയാണ്. 1921-ലാണ് മലബാർ ലഹള നടന്നത്. ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ച പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ച പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? സുജീത കൃപലാനി, ആനി ബസന്റ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള സരോജിനി നായിഡു ആണ്. അയർലാൻഡിൽ ജനിച്ച മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന വിദേശ വനിതയ്ക്ക് സിസ്റ്റർ നിവേദിത എന്ന പേര് നൽകിയത് ആരാണ്? അയർലാൻഡിൽ ജനിച്ച മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന വിദേശ വനിതയ്ക്ക് സിസ്റ്റർ നിവേദിത എന്ന പേര് നൽകിയത് ആരാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ശാരദാദേവി, ആനി ബസന്റ്. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് ആ പേര് നൽകിയത്. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, ജയപ്രകാശ് നാരായൺ, ബാബ ആംതെ, വിനോബ ഭാവെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള വിനോബ ഭാവെയാണ്. ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെ സംബന്ധിച്ച നെഹ്റു റിപ്പോർട്ട് 1928 തയ്യാറാക്കിയ പ്രശസ്തനായ കോൺഗ്രസ് നേതാവ് ആരാണ്? ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെ സംബന്ധിച്ച നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രശസ്തനായ കോൺഗ്രസ് നേതാവ് ആരാണ്? മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, അരുണ ആസഫ് അലി, സിആർ ദാസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള മോത്തിലാൽ നെഹ്റു ആണ്. മോത്തിലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെ സംബന്ധിച്ചുള്ള നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രശസ്തനായ കോൺഗ്രസ് നേതാവ്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ എഴുതിയത് ആരാണ്? നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ എഴുതിയത് ആരാണ്? പി ഭാസ്കരൻ, ഉറൂബ്, രാമു കാര്യാട്ട്, കെ രാഘവൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഉറൂബാണ്. ഉറൂബാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ എഴുതിയത്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? സപ്തമി വേലി, വാവുവേലി, വേലിയിറക്കം, മിശ്രിത വേലി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള വാവുവേലിയാണ്. വാവുവേലിയാണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ആദ്യത്തെ മലയാളം ചെറുകഥാ വാസന വികൃതി പ്രസിദ്ധീകരിച്ചത്? ആദ്യത്തെ മലയാളം ചെറുകഥാ വാസന വികൃതി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, ഭാഷാപോഷിണി, ജ്ഞാനനിക്ഷേപം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള വിദ്യാവിനോദിനിയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏത്? ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ്? നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി റിസർവുകളാണ്. അടുത്ത ചോദ്യം, ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്.
ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷികവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷികവംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? സുകുമാരകവി, അതുലൻ, കൽഹണൻ, ബിൽഹണൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള അതുലനാണ് ഏഴിമല രാജവംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷികവംശ മഹാകാവ്യം രചിച്ചത്. ഇന്ത്യ വിഭജനം പ്രമേയമായ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത് ആര്? ഇന്ത്യ വിഭജനം പ്രമേയമായ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത് ആരാണ്? പമേല റൂക്സ്, ഖുഷ്വന്ത് സിംഗ്, ഗോവിന്ദ് നിഹലാനി, അമൃത പ്രീതം. ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള കുശാന്ത് സിംഗ് ആണ്. ഏത് ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ഏത് ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? മോഹൻ സാഹിനി, ദാദാ അബ്ദുള്ള, ഫിറോസ് ഷാ മേത്ത, ദാദാ മേത്ത. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ദാദാ അബ്ദുള്ളയാണ്. 1972 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? 1972 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി, മലപ്പുറം, വയനാട്, പത്തനംതിട്ട. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ഇടുക്കിയാണ്. 1972 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം, ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് സാലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ ഭാഗം ഏത്? ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ ഭാഗം ഏത്? ആമുഖം, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള മൗലിക കടമകളാണ്. മൗലിക കടമകളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമായ ഭാഗം. അടുത്ത ചോദ്യം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ, പെരിയാർ, പമ്പ, ഭാരതപ്പുഴ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിന് 2026 ലഭിച്ച പുരസ്കാരം ഏത്? ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിന് 2026 ലഭിച്ച പുരസ്കാരം ഏത്? ഓസ്കാർ, ബാഫ്റ്റ, ഗ്രാമി ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഗ്രാമി അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2026 സർവേ അനുസരിച്ച് കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2026 സർവേ അനുസരിച്ച് കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം, ഇരിട്ടി, കോഴിക്കോട്, കൊച്ചി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇരിട്ടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ മിലൻ 2026 വേദിയായത്? ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ മിലൻ 2026 വേദിയായത്? കൊച്ചി, മുംബൈ, വിശാഖപട്ടണം, പാരാദീപ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള വിശാഖപട്ടണമാണ്. അടുത്ത ചോദ്യം, ദിനരാത്രങ്ങൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏത്? ദിനരാത്രങ്ങൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം ഏത്? വ്യാഴം, യുറാനസ്, ചൊവ്വ, ശുക്രൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള വ്യാഴമാണ് ദിനരാത്രങ്ങൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗ്രഹം. മനുഷ്യനിൽ പ്രോട്ടീനിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം. സൂക്രോസ്, ലിപ്പേസ്, ട്രിപ്സിൻ, മാൾട്ടേസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ട്രിപ്സിനാണ് മനുഷ്യനിൽ പ്രോട്ടീനിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം. അടുത്ത ചോദ്യം, ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരായിരുന്നു? പ്രൊഫസർ പി സുന്ദരംപിള്ള, കെ പി മാധവൻ നായർ, കെ വാസുദേവൻ പിള്ള, വി കൃഷ്ണതമ്പി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള കെ വാസുദേവൻ പിള്ളയാണ്. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം എന്ന്? ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം എന്നാണ്? 1903, 1904, 1905, 1906. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള 1904 ആണ്. 1904 ജപ്പാൻ റഷ്യയെ ആക്രമിച്ചത്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ബെലിറ്റ, മുസിരീസ്, നെൽക്കിണ്ട, നൗറ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള മുസിരീസാണ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്?
ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി, കൃഷ്ണ, കോസി, ദാമോദർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ദാമോദറാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? പെല്ലഗ്ര, ബെറിബറി, സ്കർവി, വന്ധ്യത. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ബെറിബറിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായി ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? വൃക്ക, കരൾ, തലച്ചോറ്, ശ്വാസകോശം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള കരളാണ്. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായിട്ടും ബാധിക്കുന്നത്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? രാജ്ഭവൻ, സൻസദ് ഭവൻ, ലോക് ഭവൻ, സംവിധാൻ ഭവൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ലോക് ഭവനാണ്. ലോക് ഭവൻ എന്ന പേരിലാണ് ഇപ്പോഴത്തെ കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നബാർഡ്, ലോക വ്യാപാര സംഘടന. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ലോക വ്യാപാര സംഘടന എന്നതാണ്. ആരുടെ ആത്മകഥയാണ് കൊടുങ്കാറ്റ് ഉയർത്തിയ കാലം? ആരുടെ ആത്മകഥയാണ് കൊടുങ്കാറ്റ് ഉയർത്തിയ കാലം? ജോസഫ് ഇടമറുക്, സനൽ ഇടമറുക്, പവനൻ, AD കൂവൂർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ജോസഫ് ഇടമറുക് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കൊടുങ്കാറ്റ് ഉയർത്തിയ കാലം. ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബൺ രൂപാന്തരം ഏത്? ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബൺ രൂപാന്തരം ഏത്? ഗ്രാഫീൻ, വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഫുള്ളറീനാണ്. ഫുള്ളറീനെയാണ് ബക്കി ബോൾസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഉൾ ഗുലാൻ കലാപം പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഉൾ ഗുലാൻ കലാപം പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സന്താൽ കലാപം, കോൾ കലാപം, പഹരിയ കലാപം, മുണ്ട കലാപം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള മുണ്ട കലാപം എന്നതാണ്. ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ ശീർഷകം എന്തായിരുന്നു? ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ ശീർഷകം എന്തായിരുന്നു? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ, മോർണിംഗ് ആന്തം ഓഫ് ഇന്ത്യ, മാർച്ചിങ് സോങ് ഓഫ് ഇന്ത്യ, ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നതാണ്. ദേശീയ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ ശീർഷകമാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നിവ ആരംഭിച്ച സംസ്ഥാനം ഏത്? മിസോറാം, മേഘാലയ, ത്രിപുര, ആസാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ത്രിപുര എന്നതാണ്. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏത്? മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏത്? കബനി, ഭവാനി, പാമ്പാർ, ചിന്നാർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ചിന്നാറാണ്. ചിന്നാറാണ് മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? പാലക്കാട്, മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് കാരണമായ UN ഉടമ്പടി ഏത്? ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപവൽക്കരിക്കുന്നതിന് കാരണമായ UN ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ, മാസ്ട്രിച്ച് ഉടമ്പടി, പഞ്ചശീല കരാർ, പാരീസ് ഉടമ്പടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള പാരീസ് ഉടമ്പടി എന്നതാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പടയണി ഗാനം ഏത്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പടയണി ഗാനം ഏത്? വന്ദേ മാതരം, ജനഗണമന, രാംധുൻ, സാരേ ജഹാം സേ അച്ഛ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള വന്ദേ മാതരം എന്നതാണ്. വന്ദേ മാതരമാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പടയണി ഗാനം. ബ്ലൂ ബേബി സെൻട്രൽ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ലവണം ഏത്? ക്ലോറൈഡ്, സൾഫൈറ്റ്, നൈട്രേറ്റ്, കാർബണേറ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള നൈട്രേറ്റ് എന്നതാണ്. നൈട്രേറ്റ് ആണ് ബ്ലൂ ബേബി സെൻട്രൽ എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം. ദർപ്പണങ്ങൾ എത്ര ഡിഗ്രി ചെരിവിൽ ക്രമീകരിച്ചാണ് പെരിസ്കോപ്പ് നിർമ്മിക്കുന്നത്? ദർപ്പണങ്ങൾ എത്ര ഡിഗ്രി ചെരിവിൽ ക്രമീകരിച്ചാണ് പെരിസ്കോപ്പ് നിർമ്മിക്കുന്നത്? 60, 90, 45, 30. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 45. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഇരുമ്പ്, മഗ്നീഷ്യം, കോപ്പർ, മെർക്കുറി.
നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള മെർക്കുറി എന്നതാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ നിഷ്ക്രിയ വാതകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ നിഷ്ക്രിയ വാതകം ഏതാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള നിയോൺ ആണ്. അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ നിഷ്ക്രിയ വാതകമാണ് നിയോൺ. ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത്? ഏത് രാജ്യത്തെ ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത്? ചൈന, US, ദക്ഷിണ കൊറിയ, ഇന്ത്യ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള US ആണ്. US ബയോടെക്നോളജി കമ്പനിയാണ് കമ്പിളി രോമമുള്ള എലികളെ സൃഷ്ടിച്ചത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്ത്? മാസ്, ആക്കം, ഭാരം, പ്രവേഗം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള മാസ് ആണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള കൊച്ചിയാണ്. കൊച്ചിയിലാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ, ലൂയി പാസ്റ്റർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, റൊണാൾഡ് റോസ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരേക്കും താങ്ക് യു.